നീ എവിടെ പോണ്ടാ പോയിട്ടാ? അമ്മ ഞാൻ ആടെ ജോർജ് കുട്ടി ഡോക്ടറെ വീട് വരെ ഒന്ന് പോകണം. എന്തോ ആവശ്യത്തിന് താലൂക്ക് ഓഫീസിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. ഇനി ഞാൻ താമസിച്ച് കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ വായിരിക്കുന്ന ചീത്ത മുഴുവൻ ഞാൻ കേൾക്കുക. നീ ഇങ്ങനെ നാട്ടുകാരുടെ കാര്യം മാത്രം അന്വേഷിച്ച് നടന്നാൽ മതിയാ? ഒരു സൈഡിൽ കൂടി നമ്മുടെ കുടുംബത്തിൽ നശിപ്പിക്കും കൂടി നീ ശ്രദ്ധിക്ക്. അതേ സൈഡിൽ കൂടെ അതെനിക്കറിയത്തില്ല. എടാ ആ സുമിത്ര എന്തോരം കാശാടാ നശിപ്പിക്കണത്. ഓരോ സാധനങ്ങൾ മേടിച്ച് എല്ലാ ദിവസവും ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കും. നീ ഇതൊന്നും ശ്രദ്ധിക്കണില്ലല്ല. നീ ഒന്നും ശ്രദ്ധിക്കാത്ത പോലെ നടന്നോ? എന്റെ അമ്മച്ചി കാര്യം എന്നാന്ന് വെച്ചാൽ തെളിച്ച് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. ഒരാവശ്യത്തിന് 10 പൈസ അവള് മുടക്കണണ്ടാ? ഇവിടുത്തെ ചെലവെല്ലാം നോക്കണം നീയല്ലേ. അവളുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, അവളുടെ വീട്ടിൽ നിന്ന് നല്ല പൈസ കൊടുക്കണുണ്ട്. ചെലവാക്കൂല. എന്റെ അമ്മ അവളുടെ വീട്ടുകാർ പൈസ കൊടുക്കുന്ന അവർക്ക് ചെലവാക്കാൻ വേണ്ടിട്ടല്ലേ. അമ്മ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ തിരക്കാൻ വേണ്ടി പോണത്? അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മ അത് എന്നോട് പറ. എടാ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ 1 കിലോ മീൻ മേടിക്കാൻ പറഞ്ഞവളോട്. അവളുടെ കയ്യിൽ പൈസ ഇല്ലെന്ന്. ഇല്ലാഞ്ഞിട്ടാണാ? എന്റെ അമ്മ ഈ വീട്ടിൽ മീനും ഇറച്ചിയൊക്കെ തിന്ന് തന്നെയല്ലേ ജീവിക്കുന്നത്. അതെല്ലാം മേടിച്ചോണ്ട് വരുന്നത് ഈ ഞാനല്ലേ. പിന്നെ എന്തിനീ ആവശ്യമില്ലാതെ അവളോട് കഴിഞ്ഞ ആഴ്ച പൈസ ചോദിച്ചത്? അവളുടെ കാശ് കുടുംബത്തിന് ഉപകരിക്കട്ടെ എന്ന് കരുതി. അവളുടെ വീട്ടുകാർ ഇഷ്ടം പോലെ കാശ് കൊടുക്കണ്ടടാ. അവൾ എന്തിനാ അതൊക്കെ ഉപയോഗിക്കണത്? കുറെ ചുരിദാർ മേടിക്കുക, കുറെ മോത്ത് വരുന്ന സാധനം മേടിച്ച് പറ്റുക. ഈ കല്യാണം കഴിഞ്ഞ പെണ്ണ് എന്തിനൊക്കെ മാറി പറ്റണത്? അമ്മച്ചി എനിക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ച് ഞാൻ എന്റെ മുഖത്ത് കേൾക്കും. അതിലൊന്നും അമ്മച്ചി കയറി ഇടപെടണ്ട കേട്ടോ. എന്റെ സുമിത്ര, നീ വെളുത്ത് സുന്ദരിയല്ലേ, പിന്നെന്തിനാണ് ഈ ക്രീമെല്ലാം മേടിച്ച് മുഖത്തോട് തേക്കുന്നത്? അയ്യോ എന്റെ പവിത്രേട്ടാ, ഇത് വെളുക്കാനും വേണ്ടിട്ടൊന്നും അല്ല. പിന്നെ ഈ കൊറിയയിലെ ആൾക്കാരെ കണ്ടിട്ടില്ലേ, എന്തൊരു ഗ്ലോ സ്കിന്നാ അവരുടെ. അതുപോലെ തിളങ്ങാൻ വേണ്ടിട്ടാ, അല്ലാതെ വെളുക്കാനൊന്നും അല്ല. പിന്നെ അങ്ങനെ തിളങ്ങിയിട്ട് നീ സിനിമയിൽ അഭിനയിക്കാൻ പോണേല്ലേ? ഒരു തിളക്കക്കാരത്തി വന്നിരിക്കണം. അയ്യ, അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് കുറച്ച് സൗന്ദര്യമൊക്കെ ഉണ്ട്. അതെ, ദൈവം തന്നതാ. അത് കളയാതെ കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ കടമയാ. അപ്പൊ എന്താ നീ എന്താ ഐശ്വര്യറായി ആയിട്ട് കളിക്കണ? സംശയം എന്ത്? അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അസൂയൊന്നുമില്ല. നിന്റെ പ്രായത്തില് നിന്റെ ഇലക്ട്രിക് കളർ ഉണ്ടായി. എനിക്ക് എന്തോരം ആണുങ്ങളാണെന്ന് എനിക്ക് ലവ് ലെറ്റർ തന്നേക്കണത്. എന്തോരം ആൾക്കാർ എന്റെ പുറകെ നടന്നെന്ന് അറിയാമോ? അമ്മച്ചി, അമ്മ ഒരു മകന്റെ മുന്നിൽ വെച്ച് ഈ പറയുന്നുള്ള കാര്യം ചിന്തിക്കണം കേട്ടോ. പവിത്രേട്ടാ, അമ്മച്ചി ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം പവിത്രേട്ടന് പിടി കിട്ടിയോ? എന്റെ പ്രായത്തില് അമ്മച്ചിക്ക് നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു. അതിനർത്ഥം എന്താ? ഇപ്പൊ സൗന്ദര്യം ഇല്ല. എന്റെ അമ്മച്ചി ഇങ്ങനെ പ്രായം കൂടുന്നതിനനുസരിച്ച് സൗന്ദര്യം പോകാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. 75 വയസ്സായാലും ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും. 2 ഐശ്വര്യറായിമാരും കൂടെ ചേർന്ന് ഈ പാവം അഭിഷേക് ബച്ചനെ ഒന്ന് പോകാൻ അനുവദിക്കാവോ? എനിക്ക് ചെന്നിട്ട് താലൂക്ക് ഓഫീസ് വരെ ഒന്ന് പോകാനുള്ളതാ. അഭിഷേക് ബച്ചൻ പോകാൻ വരട്ടെ. പെണ്ണുമ്പിള്ള പറഞ്ഞപ്പോ അഭിഷേക് ബച്ചന്റെ വായിലെന്താ നാക്കില്ലേ? എന്റെ അമ്മച്ചിക്ക് ഇപ്പൊ എന്നാ വേണ്ടേ? അമ്മച്ചി സുന്ദരിയാണ്, ഓക്കെ ആണോ? നീ ആണെങ്കിൽ ഐശ്വര്യറായി 75 വയസ്സ് കഴിഞ്ഞാലും നീ ഇതുപോലെ സുന്ദരിയായിട്ടിരിക്കും. ഇപ്പൊ നിങ്ങളുടെ 2 പേരുടെ കാര്യത്തിൽ കോംപ്രമൈസ് ആയല്ലോ. നിനക്ക് ഇനി എന്നാണെന്ന് വെച്ചാൽ നിന്റെ മുഖത്ത് വാരി അങ്ങ് തേച്ചു. ഇനി അമ്മച്ചിക്ക് ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അത് ഞാൻ മേടിച്ചു തരാം. അമ്മച്ചിയും വാരി അങ്ങ് തേച്ചോ. എന്റെ ദൈവമേ, ഈ മുഖത്ത് സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി ക്രീം ഉണ്ടാക്കുന്നവന്മാർ കുടുംബസമാധാനം ഉണ്ടാക്കുന്ന ഒരു ക്രീമും കൂടെ കണ്ടുപിടിക്കാൻ മേലായിരുന്നു. അതെ, അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. ഇതുപോലെ സൗന്ദര്യം ഉണ്ടാകണേ മനസ്സും കൂടി നന്നാവണം കേട്ടോ. സുമിത്രേ, ഈ കണ്ണിക്കണ്ട ക്രീമൊക്കെ മുഖത്ത് വാരി തേച്ചാലേ ഉള്ളതാണ് വിവരമുള്ളവരൊക്കെ പറയണത്. അതായത് ഈ വിവരമുള്ളവരൊക്കെ ഞാൻ ഈ ലോകത്ത് തന്നെ ഉള്ളതാണേ. വിവരമുള്ളവർ എന്നോടും പറഞ്ഞു തരുമോ കാര്യങ്ങളൊക്കെ? അപ്പുറത്തെ വീട്ടിലെ കൊച്ചില്ലേ, ഓൺലൈൻ വഴി ക്രീം മേടിച്ച് മുഖത്ത് പറ്റിട്ട് പൊള്ളിപ്പോയെന്ന്. ആണാ? അമ്മച്ചി ഇതുപോലുള്ള പല നമ്പറുമായിട്ട് വരുമെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നല്ലതുപോലെ തിരക്കിട്ടാ ഞാൻ ഈ ക്രീം വാങ്ങിച്ചത്. അമ്മച്ചി എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് ഉപയോഗിക്കും. മൂത്തവര് പറയുന്ന അനുസരിക്കുന്നതാണ് നല്ലത്. അമ്മച്ചിയുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ ക്രീം തേച്ച് നന്നായിട്ട് തിളങ്ങി കഴിയുമ്പോൾ നാളെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ പറയും ഇത് അമ്മായിയമ്മയും മരുമോളും അല്ല, അമ്മുമ്മയും കൊച്ചുമോളുമാന്ന്. അതല്ലേ? എന്താ? ഏതായാലും നീ അത് മേടിച്ച് നല്ല കാശും കൊടുത്ത് എന്നാ അതിന്റെ ഇച്ചിരി എനിക്കും കൂടി. എങ്ങനെ? അല്ല, ഇതിന് പ്രായപരിധിയൊന്നുമില്ലല്ലോ. കുറച്ച് ഞാനും കൂടി നോക്കിയാണെങ്കിലേ വ്യത്യാസം വരികയാണെങ്കിൽ ഇനിയും മേടിക്കാല്ല. ഓ, എന്നിട്ട് ഇതല്ലല്ലോ പുന്നാര മോന്റെ മുമ്പേ ചമ്മച്ച് കുറച്ചു മുമ്പ് പറഞ്ഞത്. അപ്പൊ സർവ്വ കുറ്റവും എനിക്കായിരുന്നു. എന്നിട്ട് ഇപ്പൊ ഐശ്വര്യറായി ആവാൻ വന്നിരിക്കുന്നു. അങ്ങനെ എന്റെ ക്രീം തേച്ചിട്ടെ അമ്മച്ചിപ്പിക്ക് ഗ്ലാമർ കൂട്ടേണ്ട കാര്യമില്ല കേട്ടോ. ഇതിന്നൊരു തരി പോലും ഞാൻ തരത്തില്ല. ഇതേ എന്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ച ക്രീമാ കേട്ടോ.
സുഭദ്രേ നീ കഴിക്കാൻ വല്ല എടുത്തു നോക്ക്, നല്ല വിശപ്പൻ്റെ അമ്മേ. എന്തെടുത്ത് വെക്കാൻ? ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒന്നും ഉണ്ടാക്കിയില്ലേ? ആ, അതിനൊന്നും ഉണ്ടാക്കായിരുന്നു. എനിക്കറിയില്ല. അതിന് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മയും മരുമോളും വീണ്ടും കിടന്ന് വെള്ളം ഉണ്ടാക്കിയോ? ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ അമ്മച്ചി എന്തി? എനിക്കറിയില്ല. സുഭദ്ര എനിക്ക് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. രാവിലെ നാട് മുഴുവൻ തെണ്ട് നടന്നിട്ട് തിരിച്ച് വീട്ടോട് കയറി വരാൻ അടുത്ത് കഴിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞില്ലേ പവിത്രേട്ടാ? രാവിലെ പവിത്രേട്ട ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ ഉടനെ അമ്മച്ചി എന്റെ അടുത്തേക്ക് വന്നു. ഏതായാലും നീ അത് മേടിച്ച് നല്ല കാശും കൊടുത്ത്, എന്നാ അതിന്റെ ഇച്ചിരി എനിക്കും കൂടി. എങ്ങനെ? അല്ല, ഇതിന് പ്രായപരിധിയൊന്നുമില്ലല്ലോ. കുറച്ച് ഞാനും കൂടി നോക്കുകയാണെങ്കിലേ വ്യത്യാസം വരികയാണെങ്കിൽ ഇനിയും മേടിക്കാല്ല. യാതൊരു കാരണവശാലും ക്രീം തരില്ലെന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ 10,500 രൂപയുടെ ക്രീം അമ്മച്ചിക്ക് എന്തിനാ? അപ്പ കയറി കഥ അടച്ചതാ മുറിയില്. ബെസ്റ്റ്. എനിക്കൊന്ന് വിളിക്കാൻ മേലായിരുന്നു. വിളിച്ച് കഥക് തുറക്കണ്ടേ? കഥക് തുറക്കുന്ന പോയിട്ടൊന്നും മിണ്ടുന്ന കൂടിയില്ല. മിണ്ടുന്നില്ലെന്നോ? ആ, എന്റെ ഭഗവാൻ, എന്റെ അമ്മച്ചി വല്ല സാഹചര്യം കാണിച്ചു കാണോ? എന്ത് സാഹസം? ഓ അങ്ങനെ. എന്റെ പവിത്രേട്ടാ, ഒരു ക്രീം മുഖത്ത് തേക്കാൻ കൊടുത്തില്ലെന്ന് വന്നിട്ടേ ചരിത്രത്തിൽ ഇതുവരെ ആരും ആത്മഹത്യ ചെയ്തായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്റെ തിരുനാക്കെടുത്ത് വളയ്ക്കാതെ നീ വന്നേ, അത് നോക്കാം. അമ്മേ, അമ്മച്ചി, അത് അമ്മേ, അമ്മേ, എന്റെ അമ്മച്ചി വാതിൽ തുറന്നു. എന്നാണ് വലിയ വെപ്പിച്ചു പിള്ളേരെ കൂട്ടിച്ചുമ്പോ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് കഥ കുറച്ച് കുറ്റിയിട്ട് അതിനകത്തിരിക്കാൻ വേണ്ടി. കണ്ട, ഇതാ ഞാൻ പറഞ്ഞത്. അമ്മച്ചി മിണ്ടുന്നില്ല. അമ്മേ, അമ്മേ തുറക്ക അമ്മച്ചി. അമ്മയ്ക്ക് എന്നാ വേണ്ടത്? അവള് ക്രീം തന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ മേടിച്ചുതരാം അമ്മയ്ക്ക് ആ ക്രീം. എന്നാ നിന്നെ ഞാൻ കൊല്ലും. ചത്തിട്ടില്ല, ജീവനുണ്ട്. അമ്മച്ചി, അമ്മ ഈ കഥ ഒന്ന് തുറക്കമ്മേ. ഇനി എന്നെ വല്ല ഊണ് ഉണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഊണ് മേടിക്കാം. അമ്മേ, ആദ്യം കഥ ഒന്ന് തുറക്ക്. അമ്മേ, ഇനി എനിക്ക് ദേഷ്യപ്പെടുത്തുന്നുണ്ടോ? ഞാൻ ഈ കഥ ഞാൻ ചവിട്ടി പൊളിക്കുള്ളൂ. അയ്യോ, കഥക് ചവിട്ടി വെച്ച് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് റെഡിയാക്കാൻ കാശ് വേണ്ടേ? നീ ഒന്ന് മിണ്ടാതിരിക്കാം അമ്മച്ചി. ഇതെന്നാ അമ്മയുടെ മുഖത്തൊക്കെ? എടാ, ഇവളൊരു സാധനം മേടിച്ചവിടെ വെച്ചില്ലായിരുന്ന. അങ്ങനെ എന്റെ ക്രീം തേച്ചിട്ടെ അമ്മച്ചി ഇപ്പക്ക് ഗ്ലാമർ കൂട്ടേണ്ട കാര്യമില്ല കേട്ടോ. ഇതിന്നൊരു തരി പോലും ഞാൻ തരത്തില്ല. ഇതേ എന്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ച ക്രീമാ കേട്ടോ. ആ ദുഷ്ട മേടിച്ചു സാധനം പറ്റിട്ടാണ് ഇങ്ങനെ. എന്റെ സുമിത്ര, നിന്നോടൊരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇമാതിരി സാധനങ്ങൾ ഇവിടെ മേടിക്കരുത്. അത് ശരി. എന്റെ ക്രീമേ ഞാൻ അറിയാതെ കട്ടെടുത്തിട്ടേനെ ദൈവം കൊടുത്ത ശിക്ഷ ചെയ്ത് അനുഭവിക്കട്ടെ. എന്റെ അമ്മയുടെ മുഖം ഇനി ഞാൻ പഴയതുപോലെ എങ്ങനെ ആക്കൂടി? ഗ്ലാമർ കൂട്ടിയതല്ലേ, നല്ലോണം ചുവന്ന് തുടുത്തിട്ടുണ്ട്. നോക്കിയേ.